കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. എല്ലാവരും വരൂ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കുന്നത് നമ്മളെ ദർശനം നൽകാനായിട്ട് നോക്കാൻ വേണ്ടി നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമുക്കിങ്ങനെ വരുമ്പോൾ അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് വിഘ്നങ്ങളൊക്കെ അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് പോരാം. അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ ആദ്യം തന്നെ കൊടിമരത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിന് നടുക്കായി മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമുക്കിങ്ങനെ പോരുമ്പോൾ ഇടതേ സൈഡിലുള്ള പൂന്താനല്ല മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ എന്താ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. സ്വർണ്ണ വിളക്കിലും വെള്ളി വിളക്കിലൊക്കെ നിറയെ നെയ്യിങ്ങനെ നെയ്ദീപമായിട്ടിങ്ങനെ അങ്ങനെ നല്ല പ്രകാശപൂരിതമായിട്ടാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ അവിടെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ നല്ലൊരു പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണിയുടെ ആ വള്ളികളൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഞാന്ന് കിടക്കുന്നുണ്ട്. അതേമാതിരി കുഞ്ഞുമ്പങ്ങനെ നിറഞ്ഞ് നന്നായിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വളയം പോലത്തെ മാലയും ഒരു മാങ്ങാമാലയാണ് ഉള്ളത്. അതേപോലെ അരയിൽ ഒരു പാവുമുണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. വലിയ ആളായി എന്നൊക്കെ വിചാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അച്ഛനെ പോലെ ആയി എന്നൊക്കെ അമ്മയെ കാണിക്കാനായിട്ട് വലിയൊരു പാവുമുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ചുറ്റിയെണ്ണാണ്. ചുറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അരയിൽ കെട്ടിയെണ്ണ. അതാണൊരു കാഴ്ച. എന്നിട്ട് അരയിലിങ്ങനെ ഓടക്കുഴലിങ്ങനെ അരയിൽ തിരുകിയിട്ട് ഉള്ള പോലെ കൈയാണ് കേട്ടോ, ഓടക്കുഴലല്ല. കൈ ഇങ്ങനെ കുത്തി നിൽക്കുക. ഞാൻ വലിയ ആളായിരുന്നു. ഓടക്കുഴൽ വലത്തെ കയ്യിലുണ്ട്, ഇടത്തെ കൈ ഇങ്ങനെ അരയിലിങ്ങനെ കുത്തിയിട്ട് ആ പാവുമുണ്ടിൻ്റെ മുകളിലേ പാവുമുണ്ടൊക്കെ ചുറ്റിയിട്ട് ഞാൻ വലിയ ആളായിരുന്നു എന്നാണ്. ആൾ വലുതൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും വലിയ ആളായി എന്നുള്ള ആ ഒരു ധാരണയിലാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടേ. ഞാൻ അച്ഛനെ പോലെയൊക്കെ ആയി എന്ന് അമ്മോട് പറയുകയാണ്, യശോദ അമ്മോടെ. അപ്പോൾ എനിക്കിനി ഞാൻ പറയണതൊക്കെ അമ്മ കേൾക്കണം. ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ വെണ്ണ തരണം. അങ്ങനെയൊക്കെയാണ് അച്ഛൻ പറയും പോലെ ഒക്കെ ആവണം കേട്ടോ എന്ന് പറയുകയാണ്. ആ ഒരു കുസൃതി നിറഞ്ഞ ഒരു പുഞ്ചിരിയൊക്കെയാണ് ഇന്നത്തെ മുഖഭാവത്തിലേ. അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ ആ ഗോപി തിലകം വെച്ചിട്ടുണ്ട്, കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമുടിമാല അങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ പീലി തിരുമുടി കെട്ടിയത് പീലി തന്നെ ഉണ്ട്, 3 പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് തിരുമുടിമാലകൾ 2 എണ്ണം. അങ്ങനെ ആ വെളുത്ത പൂവിനും അതേപോലെ ആ തുളസിക്കും കൂടി ആയിട്ടുള്ള, പിന്നെ ഒന്നിൽ ഇടയ്ക്ക് ഒരു ചുവന്ന പൂവുണ്ട് അങ്ങനെയുള്ളത്. അതേപോലെ വലിയ ഉണ്ടമാലകൾ 2 എണ്ണം ഉണ്ട്. അതും തുളസിയും തെച്ചിയും വെളുത്ത പൂവായിട്ട് അതേപോലെ തന്നെയാണ്. ഏകദേശം നല്ല കട്ടി തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ആ പൊന്നോടക്കുഴലൊക്കെ പിടിച്ച് വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലും ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ അങ്ങനെ കുത്തിയിട്ട് ഞാൻ വലിയ ആളായിരുന്നു കേട്ടോ, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടിച്ച് ഞാൻ തരാം എന്ന് പറയുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന ആ കാഴ്ചയാണ്. അപ്പോൾ ആ കണ്ണനോട് നമ്മൾ എന്താ വേണ്ടിച്ച് ചോദിച്ചാൽ ഒക്കെ തരാമെന്നാണ് പറയണേ. അപ്പോൾ അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അഗ്നികോണിലേക്ക് നോക്കിയിട്ട് ആ ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുക. അതേപോലെ ആ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴാം. പിന്നെ ആ വലിയ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ ഉള്ള ആ ഉണ്ണി, അതായത് ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഗ്രില്ല് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ നമ്മളിങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. അവിടെയൊക്കെ കുറേശ്ശൊക്കെ തിരക്കുണ്ട്, വലിയ തിരക്കെന്ന് പറയാനില്ല, കാരണം കർക്കിടകം കഴിയാറായി. അപ്പോൾ ആ തിരക്കിങ്ങനെ അതിൻ്റെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു തിരക്കാണ് ഇപ്പോൾ കാണുന്നത്.
അല്ലെങ്കിൽ സാധാരണ വ്യാഴാഴ്ചയൊന്നും അത്ര വലിയ തിരക്ക്, മുപ്പട്ട് വ്യാഴാഴ്ച ഇല്ലാത്ത അത്രയ്ക്ക് തിരക്കുണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ ഗണേശനെ കാണുക. ഗണേശൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്നുകൊണ്ട് പീലിയൊക്കെ ഉണ്ട്, പീലിയൊക്കെ തിരിഞ്ഞിട്ടിങ്ങനെ ഉണ്ട്. അതേപോലെ ആ മുഖത്തൊക്കെ ഇങ്ങനെ കളഭം ചാർത്തിയിട്ടുണ്ട്. കൊമ്പും തുമ്പിക്കൈയൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട്, നല്ല കാഴ്ചയാണ്. അങ്ങനെ ധാരാളം പൂക്കളുണ്ട്. ഒരു കദളി പഴം വെച്ചിട്ടുണ്ട്, അതേപോലെ ഒരു മഞ്ഞ പട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് പിന്നെ ആ കോർണറിലെത്തിയാൽ ആ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തലോടാം. അങ്ങനെ വന്ന് നമ്മൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നെ മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ വാമന രൂപം, ആ ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട്, അതേപോലെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരിക. അവിടെ ഇന്ന് ധാരാളം പൂക്കളൊക്കെ ഉണ്ട്, വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമായിട്ടുണ്ട്. മുകളിലൊക്കെ വിധാനമായിട്ട് ധാരാളം തുളസിപ്പൂക്കളുണ്ട്. അപ്പോൾ അവിടെ തൊഴുത് പിന്നെ നമ്മൾ ആ ശ്രീകോവിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. ശ്രീകോവിലിൻ്റെ പുറകു വശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അങ്ങനെ വന്ന് കണ്ട് കൃഷ്ണനെ കാണാം. അവിടെ 2-3 തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകനും നന്നായിട്ട് ഒരു മാലയുണ്ട്, ഭസ്മമൊക്കെ ഉണ്ട്. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ മാലയൊന്നും കാണാനില്ല കേട്ടോ, കുങ്കുമം മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം രാധാകൃഷ്ണനെയും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് നമുക്ക് താമരക്കണ്ണനെ കണ്ട്, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് അവിടുന്ന് നേരെ ആ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയാൽ, കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ ആ കൊടിമരം നോക്കിയിട്ട് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ മണിക്കിണറും അതേപോലെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെ നാരദരെയൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് ആ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൽ ചന്ദനവും തീർത്തൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് എത്തുമ്പോൾ ചന്ദനമൊക്കെ ചാർത്തിയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് ഉണ്ട്. വലിയ കണ്ണൊക്കെ ഇങ്ങനെ നന്നായിട്ട് എഴുതി പൊട്ട് തൊട്ടിട്ടുണ്ട്. വലിയ ചുവന്ന പൊട്ട് തൊട്ടിട്ടുണ്ട്, ചുവന്ന പട്ടുടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്ന പൂക്കളുകൾ ധാരാളമുണ്ട്, താമരപ്പൂവുണ്ട്, തെച്ചിയും തുളസിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വരിക. അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ഇടുപ്പിൽ ഇങ്ങനെ കൈ കുത്തിയിട്ട് പൊന്നോടക്കുഴൽ പിടിച്ച് നിൽക്കണ ഉണ്ണിക്കണ്ണനെ, ആ കുറുമ്പനായ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കണ്ട് തൊഴാം. അങ്ങനെ അവിടെ നമസ്കരിച്ച് വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നാലും കാണാണ്ട് നല്ല ഇന്നും ഇതേപോലെ അലങ്കാരമൊക്കെ ആയിരുന്നു. നല്ല രസമായിട്ട് കളഭം കൊണ്ട് ആ ചന്ദനമൊക്കെ ചാർത്തിയിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്.
അതേപോലെ വലിയ മാലകളുണ്ട്, കാശിമാല പോലത്തെ വലിയ മാല ഉണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെയും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് ആ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴുത്, കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് ഇങ്ങനെ നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വരിക. അങ്ങനെ വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ നോക്കുമ്പോൾ നടുക്കായിട്ടുള്ള കാളിയമർദ്ദൻ രൂപിയെ ഒന്ന് കണ്ടു തൊഴാം. പിന്നെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ടു തൊഴാം. അവിടെ ഭജന പാടുന്നുണ്ട്, അതൊക്കെ കാണാം. അതിനുശേഷം നമ്മൾ വീണ്ടും വരുമ്പോൾ ഭഗവതിയുടെ അവിടെ ഒന്നും കൂടി തൊഴുത്, അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ കിഴക്കേ നടയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് തൊഴാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് കൂവള മരത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയൊക്കെ കണ്ട് തൊഴുക, മനസ്സിൽ വിചാരിച്ചിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെയും കൂടി അനുഗ്രഹം നമ്മൾക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. കുമാരി ശോഭനയുടെ മനസ്സ് അസ്വസ്ഥത മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാബുരാജൻ ആയില്യം നക്ഷത്രം, അവർക്ക് ദേഹാസ്വസ്ഥതകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അനഘാകൃഷ്ണ രേവതി ചെവി വേദന മാറാൻ വേണ്ടിയിട്ട്. ലക്ഷ്മി ഉത്രട്ടാതി, അർജുൻ സുരേഷ് അവർക്ക് പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ മേഘന രോഹിണി കാലുവേദന മാറാൻ വേണ്ടിയിട്ട്. രാജലക്ഷ്മിക്ക് ആയുരാരോഗ്യത്തിന്. അഖിൽ തിരുവോണം ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ദേവയാനി മകം ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇനി നമുക്കൊരു ചെറിയ കഥ. ഇന്ന് നമ്മൾ പറയുന്നത് രാമായണത്തിലെ പ്രധാനപ്പെട്ട, അതായത് ഹനുമാൻ്റെ ലങ്കാദഹനത്തിൻ്റെ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് സുന്ദരകാന്ഡം. ശ്രീരാമൻ്റെ പ്രിയ പത്നി സീതയെ കണ്ടെത്താൻ ഹനുമാൻ നടത്തിയ ധീരമായ യാത്രയുടെയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെയും വിവരണമാണ്. ഈ കാണ്ഡത്തിലെ ഏറ്റവും ആവേശകരമായ നിമിഷമാണ് ലങ്കാദഹനം. ഹനുമാൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര. സീതയെ അന്വേഷിച്ച് ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി. ലങ്കയുടെ സൗന്ദര്യം ഹനുമാനെ വിസ്മയിപ്പിച്ചു. പക്ഷേ ഈ സൗന്ദര്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ദുഷ്ടതയുടെയും അഹങ്കാരത്തിൻ്റെയും ഒരു കാര്യമായിരുന്നു. അപ്പോൾ രാവണ സാമ്രാജ്യമായിരുന്നു. ഹനുമാൻ ലങ്കയുടെ ഓരോ കോണിലും സീതയെ തെരഞ്ഞു. ഒടുവിൽ അശോക വനത്തിൽ ദുഃഖിതയായിരിക്കുന്ന സീതയെ കണ്ടു. അപ്പോൾ രാവണൻ സീതയെ ഭീഷണിപ്പെടുത്തുന്നതും തടവിലാക്കിയതും എല്ലാം ഹനുമാൻ നേരിൽ കണ്ടു. സീതയെ സമാധാനിപ്പിക്കാനും ശ്രീരാമൻ്റെ വിവരങ്ങൾ അറിയിക്കാനൊക്കെ ഹനുമാന് കഴിഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് സീതാമാതാവിനെ കണ്ട് സംസാരിച്ചു. ഞാനിങ്ങനെ ആ മുദ്രമൂദ്രമൊക്കെ കൊടുത്തു, തിരിച്ചും വാങ്ങിയിട്ട് കണ്ടു എന്നുള്ളതിൻ്റെ തെളിവൊക്കെ ആയി വാങ്ങിയിട്ട് നോക്കുമ്പോഴാണ് രാവണ കിങ്കരന്മാർ ഇദ്ദേഹത്തെ കാണുന്നത്, ഹനുമാൻ. അങ്ങനെ കണ്ട സമയത്ത് ആണ് പിടിച്ച് കെട്ടി കൊണ്ടുപോയി. അപ്പോൾ പിടിച്ച് കെട്ടി കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ രാവണൻ ഇരുന്ന ആ സിംഹാസനത്തെക്കാട്ടിലും ഉയരത്തിൽ ഹനുമാൻ തൻ്റെ വാല് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ തന്നെക്കാട്ടിലും മേലെ ഇരിക്കുന്ന ഒരു കുരങ്ങനെ അങ്ങനെ ഇരുത്താൻ പറ്റില്ലല്ലോ, അതും തൻ്റെ രാജധാനിയിലേക്ക് അതിക്രമിച്ചു വന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണല്ലോ. താനാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്ന രാവണനെക്കാട്ടിലും വലുപ്പത്തിൽ ഹനുമാൻ കയറിയിരുന്നപ്പോൾ രാവണൻ ആകെ ദേഷ്യമായി. അപ്പോൾ അതേപോലെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ യാതൊരു പേടിയില്ലാതെ ആണ് ഹനുമാൻ മറുപടി കൊടുത്തത്. അതൊക്കെ കണ്ടപ്പോൾ രാവണനാകെ കോപം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ചു. അപ്പോൾ ഹനുമാൻ്റെ ആ വാലിന് തീയിടാൻ ഉത്തരവിട്ടു.
പക്ഷെ അത് വലിയൊരു പ്രശ്നമായി. കാരണം എന്താ വെച്ചാൽ തീയിടാൻ നോക്കുമ്പോൾ വാലുമ കെട്ടാൻ പറഞ്ഞു, വാലുമിലൊരു തുണി ചുറ്റാൻ പറഞ്ഞു. തുണി ചുറ്റുമ്പോൾ വാല് വലുതായി വരാം. അപ്പോൾ കണ്ടമാനം തുണി ചുറ്റേണ്ടി വന്നു. അങ്ങനെ ആ തുണികളൊക്കെ ചുറ്റിയിട്ട് നോക്കുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് ഇതിപ്പോൾ കത്തിയിട്ടിപ്പോൾ ഈ കുരങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ കൊല്ലാന്നാണ് രാവണൻ വിചാരിച്ചത്. അങ്ങനെ നോക്കിയിട്ട് തീ വെച്ചപ്പോൾ ഓരോ തുണികളായിട്ട് ഇങ്ങനെ അഴിച്ച് ഓരോ കോട്ടയുടെ മൂലയ്ക്കിൽ കൊണ്ടുപോയിടും. അവിടെയൊക്കെ അന്നൊക്കെ സ്വർണത്തിൻ്റെ കോട്ടയാണെന്നാണ്. അപ്പോൾ അതൊക്കെ കത്തി ഉരുകി ഒലിച്ച് ആകെ നാശമായി. അങ്ങനെ അത് കണ്ടിട്ട് അതാണ് ലങ്കാദഹനം. അപ്പോൾ ആ ലങ്ക ദഹിപ്പിച്ചിട്ടാണ് മൂപ്പര് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ രാവണൻ്റെ ആ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു അടിയാണത്. കാരണം കേവലം ഒരു കുരങ്ങനല്ലേ എന്ന് വിചാരിച്ച ആൾ ഏറ്റവും വലിയ ആളായിരുന്നു, ശക്തിമാനായിരുന്നു എന്ന് മനസ്സിലാക്കിയത് രാവണൻ പിന്നീടാണ്, ലങ്ക ദഹിച്ചതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ കഥ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.